നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്ന ഒരു റൂമറാണ്. അതിപ്പോൾ കൺഫേം ചെയ്ത് പുറത്തേക്ക് വരുന്നു. ഫ്ലോറിൻ പ്ലറ്റൻബർഗ് കൺഫേം ചെയ്യുന്നു മാനുവൽ ന്യൂയർ ഈസ് ഔട്ട്. അദ്ദേഹം പരിക്കിൻ്റെ പിടിയിലാണ്. അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന DFB പോക്കൽ ഫൈനൽ മത്സരത്തിൽ മാനുവൽ ന്യൂയർ കളിക്കില്ല എന്ന് ഫ്ലോറിൻ പ്ലറ്റൻബർഗ് സ്കൈ സ്പോർട്സിൻ്റെ ജേർണലിസ്റ്റ് കൺഫേം ചെയ്യുന്നു. ബയേണും VfB സ്റ്റുട്ട്ഗർട്ടും തമ്മിൽ നാളെ രാത്രി ഇന്ത്യൻ സമയം 11:30 DFB പോക്കലിൻ്റെ ഫൈനൽ കളിക്കുന്നത്. അപ്പോൾ പ്ലറ്റൻബർഗിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ്. എക്സ്ക്ലൂസീവായിട്ട് അദ്ദേഹം പറയുന്നു, മാനുവൽ ന്യൂയർ വിൽ മിസ് ദി DFB പോക്കൽ ഫൈനൽ ഓൺ സാറ്റർഡേ ഇൻ ബെർലിൻ എഗെയിൻസ്റ്റ് VfB സ്റ്റുട്ട്ഗർട്ട് ഡ്യൂ ടു ഇഞ്ചുറി. ലെഫ്റ്റ് കാഫിനാണ് അദ്ദേഹത്തിന് ഇഞ്ചുറി. അതുകൊണ്ട് തന്നെ ജൊനാസ് ഉർബിഗ് വിൽ റീപ്ലേസ് ചെയ്യും. അദ്ദേഹത്തിന് പകരം ജൊനാസ് ഉർബിഗ് ആയിരിക്കും കളിക്കുക എന്ന് കൃത്യമായിട്ട് ഇപ്പോൾ ഫ്ലോറിൻ പ്ലറ്റൻബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. താരത്തിന് പരിക്കുണ്ട്, ലെഫ്റ്റ് കാഫിന് പരിക്കുണ്ട്. അതുകൊണ്ട് ഈ ഫൈനൽ മത്സരം കളിക്കില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ റിക്കവറി പ്രോസസ്സ് നല്ല രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ കളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ റിസ്ക് ഉണ്ട്. ദർ ഇസ് സ്റ്റിൽ എ റിമൈനിങ് റിസ്ക്. അപ്പോൾ മാനുവൽ ന്യൂയർ ആ റിസ്ക് എടുക്കാൻ ഇപ്പോൾ തയ്യാറല്ല. അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ വേൾഡ് കപ്പാണ്. അദ്ദേഹത്തെ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് കോച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജൂലിയൻ നെഗൽസ്മാൻ 2024 ജർമ്മൻ ടീമിൽ നിന്ന് വിരമിച്ചയാളാണ് മാനുവൽ ന്യൂയർ. പക്ഷേ അദ്ദേഹവുമായിട്ട് സംസാരിച്ച് ജൂലിയൻ നെഗൽസ്മാൻ ഇപ്പോൾ മാനുവൽ ന്യൂയർ വേൾഡ് കപ്പിന് എടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല, വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഫസ്റ്റ് ഗോൾ കീപ്പറായിട്ടാണ് അദ്ദേഹത്തെ കളിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് പരിക്കുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ കളിച്ച് വഷളാക്കേണ്ട എന്ന തീരുമാനത്തിലേക്കാണ് മാനുവൽ ന്യൂയർ പോയിരിക്കുന്നത്. ജർമ്മനിയുടെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ പൂർണ്ണ ഫിറ്റായിട്ട് ജോയിൻ ചെയ്യാനാണ് അദ്ദേഹം പ്ലാൻ ഇട്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.